കണ്ണ് കാണാൻ പറ്റാത്ത വെയിലാണ് ഗൈസ്. ഇങ്ങോട്ടൊന്നും ആരും ഇപ്പൊ വരരുത്. ഈ വണ്ടിക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എങ്കിലും എന്തിനോ ചുമ്മാ ബോണറ്റ് തുറന്നവന്മാർ നോക്കുന്നുണ്ട്. നമുക്കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാല്ലേ? വേണ്ട, ഇറങ്ങി കഴിഞ്ഞാലേ നമ്മളെ ഫ്രണ്ട് സീറ്റ് പോകും. കുറെ അടിയൊക്കെ പിടിച്ചാണ് സീറ്റ് കയറിയത്. നമ്മൾ ഡ്രൈവർ അജ്മൽ, അത് നമ്മൾ അജാസ്. നമ്മൾ ഡയറക്റ്റ് നേരെ പൊന്മുടിയിലോട്ടാണ് പോകുന്നത്. അപ്പൊ പോകാൻ വേണ്ടി ഞാനുണ്ട്, അജ്മലുണ്ട്, നമ്മള് ഗൈസ് പച്ചയുണ്ട്, അജാസുണ്ട്, വിസ്മലുണ്ട്, പിന്നെ ബാക്കില് ലവനുണ്ട്. അക്ഷയുണ്ട്, ആ മരുന്നുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ പോകാൻ വേണ്ടി ഇരുന്നത് ആലപ്പുഴയോ വയനാടാണ് പോകാൻ വേണ്ടി ഇരുന്നത്. രാവിലെ ഒരുത്തൻ കോൺക്രീറ്റ് പണി ഉണ്ടെന്ന് മൊണ്ടിയാക്കി. നമ്മൾ ഇവിടുന്ന് നേരെ ഇനിയിപ്പോ പൊന്മുടി പോയിട്ട് അവിടെ നമ്മൾ തിരിച്ചു വന്നിട്ട് ഇതിൽ കയറിയാലോ ഉസ്മനെ? സിപ്ലിംഗ് ദാണ്ട ഇത് അന്ന് നമ്മൾ കയറാൻ വെച്ച് പറ്റിയില്ലല്ലേ? തിരിച്ചു കാണാം. ഇത് ഇന്ന് മെയ് 2, 2026. അപ്പൊ ഇന്ന് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടേക്ക് അത്യാവശ്യം നല്ലേക്ക് വെയിലുണ്ട്. മുകളിൽ കൊട്ടം വെയിൽ ആവാതിരുന്നാൽ കൊള്ളായിരുന്നു. എന്നാൽ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് അവിടുത്തെ വീസും കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് അവിടെ പോയി കോൺക്രീറ്റ് പണി എടുക്കുന്ന അവനെ പൊക്കിക്കൊണ്ട് നമ്മൾ നേരെ ഇനി കോട്ടയോ ആലപ്പുഴ എവിടെയെങ്കിലൊക്കെ പോകും. നമുക്ക് ഇനി മുകളിൽ ചെന്നിട്ട് കാണാം. നമ്മൾ കൊരേനെ കണ്ടിട്ടുണ്ട്. ഈ സാധനം കൊണ്ട് അവന്റെ കൊടുത്ത് വീഡിയോ ഒക്കെ എടുപ്പിക്കാം. പക്ഷേ ഈ സാധനം കൊണ്ട് അവനങ്ങ് പോകും. മിക്കവാറും അവന്റെ ഫോണൊക്കെ കൊണ്ടുപോകും. നമുക്ക് ലൈവായിട്ട് കാണാം. പോസ്റ്റുകളിൽ അവൻ പണം വാരി എറിയാൻ വേണ്ടി പോയൊക്കെയാണ് നമ്മുടെ വണ്ടികൾ. കണ്ണാടി ഇങ്ങടാ, ഞാൻ അവിടെ തന്നെ താങ്ങിയതാണ്. ഗൈസ് ഇവന് പ്രത്യേകിച്ച് ജോലിയുണ്ട് ഗൈസ്. എറണാകുളത്ത് ഫോൺ വിളിക്കും, കാറും കൊണ്ട് ചെല്ലും, കാൾ പോയാണ്. ചെക്ക് പോസ്റ്റുകളിൽ പണം വാരി എറിഞ്ഞിട്ട് നമ്മളെ പയ്യൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വണ്ടിയും നമ്മൾ 6 പേരോട് ചേർത്ത് 280 ടിക്കറ്റ് ആയിട്ടുണ്ട്. തണുപ്പ് കൊണ്ടുപോകാനോടെ ഇല്ലടാ, തണുപ്പ് വലിയ തണുപ്പില്ലെന്നാണ് ഗൈസ് തോന്നുന്നത്. AC തണുപ്പുണ്ട്, ഇവിടെ തണുപ്പില്ല. ചൂടുണ്ടോ? മുകളിലോട്ട് കയറുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് മഴയും പെയ്ത് ഇവിടെ മൊത്തം കോട ഇറങ്ങും. ഇവിടെ ബസ് നിർത്തിക്കോട്. നമുക്ക് നിർത്തിയിരുന്നു. യെസ്, അങ്ങനെ ഒരു വഴിയില്ലല്ലോ. ഈ പാവം ബസ്സുകാരൻ. കാറിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് നല്ല തണുപ്പായിരുന്നു. ഇപ്പൊ കണ്ട ഫുള്ള് കൊട്ട വെയിലാണ്. ഞാൻ കാണിച്ചു തരാം ഗേസ്. നമ്മളൊരു പയ്യന്റെ ഫോണ് കാണാനില്ല ഗേസ്. പക്ഷേ വിളിച്ചു കഴിഞ്ഞാൽ റേഞ്ച് ആക്കിട്ട് ഓടിഞ്ഞാടാ. ഇവിടെ ഒടുക്കത്തെ വെയിലും ഭയങ്കര തിരക്കുമാണ് ഗൈസ്. ഒടുക്കത്തെ വെയിലില്ല, ചെറിയ വെയിലും ഭയങ്കര തിരക്കും. നല്ല തിരക്കുണ്ട്. നമുക്ക് എന്തായാലും അങ്ങാടോടൊക്കെ പോയി കണ്ടിട്ട് വരാം. വെയിൽ അടിക്കുന്നില്ലെങ്കിലും കണ്ണ് പക്ഷേ തുറക്കാൻ പറ്റുന്നില്ല അല്ലടാ. അന്ന് താക്കോൽ ഇവിടെ എവിടെ ഇറങ്ങിയപ്പോഴാണ് കളഞ്ഞു വരുന്നവല്ല. എവിടാ? അവിടെ പോയിരിക്കുന്നത് ഫുഡ് അടിക്കാം. താക്കോലിടാ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടി താട്ടിറങ്ങിയപ്പോഴാണ് താക്കോല് പോയത് തന്നെ. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അതിന്റെ താക്കോലിവിടെ പോയിട്ടുണ്ട്. ഇന്ന് കിട്ടുമെങ്കിൽ അത് എടുത്തോണ്ട് പോവാം. പക്ഷെ ഇപ്പൊ നല്ല കൊട്ട വെയിലായിട്ടുണ്ട്. കണ്ണ് തുറക്കാൻ വേണ്ടി പോലും പറ്റുന്നില്ല. നമ്മളിനി പോവാൻ പോകുന്നത് അവിടെയാണ്. അവിടെ ചെറിയ ഗുഹ കണക്കെ ഉണ്ടാ. അവിടെ അങ്ങ് ദൂരെ പൊക്കോണ്ടിരിക്കണ ഗൈസ്. ഭയങ്കര മഞ്ഞുള്ളപ്പോൾ വന്നതിൽ ഒന്നും കാണത്തില്ല. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഇതേ ഇങ്ങ് ഇറങ്ങി അങ്ങ് പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകണം. പിന്നെ തിരിച്ച് നടക്കണം. അവിടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇതൊരു തിരിച്ചും കയറാം. പോവല്ലേ? ഒറ്റ മൈൻഡ്. നിങ്ങൾ ഈ കാണുന്ന വ്യൂ അല്ല ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണിച്ചു തരാം. കണ്ട ഇത് വെച്ച് കാണുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയാം. എങ്കിലും ഡയറക്റ്റ് വയ്ക്കുമ്പോൾ നല്ല രസമാണ്. കാണിച്ചു നോക്കിയാണല്ലോ. അവൻ പറഞ്ഞ വഴി നോക്കിയാണ്. സെറ്റല്ലേ? കൊള്ളൂലേ? ഇങ്ങനെ മുകളിലൊരു ഗാഡി ഇരിപ്പുണ്ട്. മിക്കവാറും നമ്മളങ്ങ് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് അങ്ങനെ വിസിലടിക്കും. അങ്ങനെ നമ്മൾ മൈൻഡ് ചെയ്യാതങ്ങ് പോവും. എന്നിട്ട് അവൻ നമ്മൾ ഇറങ്ങി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കയറും. കാരണം ഇത്തിരി കഷ്ടപ്പെട്ട് ഇതുവരെയ്ക്കും നമ്മൾ ഇറങ്ങി വന്നതാണ്. എത്തിയില്ലേടേ? ആ കുഴി എവിടെ? എടാ കുഴി
ഇത് നിരോധിത മേഖലയാണ്. ചതുപ്പ് കണ്ടോ? ചതുപ്പ് നിരോധ മേഖല. ഇവിടെയൊക്കെ പറഞ്ഞെങ്കിൽ അവരോ റിസ്കിൽ മാത്രം. ഇതായത് നോക്കണ തൊപ്പി. ഏവന ഇവിടെ എന്തോ പരിപാടി കാണിച്ചിട്ട് തൊപ്പി കളഞ്ഞിട്ട് പോയതാണ്. പേരാ ഇതൊന്നും കാണാൻ എനിക്ക് വയ്യ. മാറ. അവിടെ ചില കുൽസിത പ്രവർത്തനങ്ങളുടെ തെളിവുകൾ. ചതുപ്പ് ഇവിടെ പന്നി ഇത് എന്തിനാ വലിയ ജീവി നടന്നേണ്ടാ കൂടിയണ്ടാ. അപ്പോൾ നിരോധന മേഖലയാണ്. അപ്പോൾ ഇനി സംസാരിക്കുന്ന നമ്മൾ ഡാൻസിന് ഇവിടെ നിന്ന് തിരിച്ച് ആ ഒരു തേരി മൊത്തം കയറി മുകളിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. പോരെ തിരിച്ചിടണോ? അതെ, ആ മുകളിൽ കണ്ടോ? അവിടെ നിന്നാണ് ഇറങ്ങി ഇവിടെ വന്നത്. ഇവിടെ നിന്ന് കയറി നമ്മൾ തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. നീ ഉണ്ടല്ലേ? നീ ഉണ്ട്, ഞാനും ഉണ്ട്, പിന്നെ ഇവിടെ വേറെ ആരൊക്കെ ഉണ്ട്. ഇപ്പൊ മഴ പെയ്തിരുന്നെങ്കിൽ ഇവിടെ മൊത്തം കോട ഇറങ്ങി അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഗൈസ് ഇവിടെ ഭയങ്കര വെയിലാണ് ഗൈസ്. അവിടെ നമ്മളിവിടെ കയറി കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ തമിഴ്നാട് നാഗർകോവിലിൽ നിന്ന് കുറച്ച് ബ്ലോസിനെ കണ്ടിട്ടുണ്ട്. ഹായ് ഹായ്, നിങ്ങളെ വീഡിയോയിൽ ആയിരിക്കാം. അതുകൊണ്ട് രണ്ടുപേരെങ്കിലും വീഡിയോ കാണും. ഇനി നമ്മൾ ആ മുട്ടക്കുന്നിന് നമ്മൾ ഭയങ്കര വെയിലാണ്ട് അങ്ങോട്ട് പോകുന്നില്ല. പോയി ഫുഡും കഴിച്ചിട്ട് നേരെ മറ്റേ ഹിഡൻ സ്പോട്ടിൽ പോയിട്ട് പിന്നെ വീട്ടിൽ വെച്ചു. കമോൺ, ബൈ ബൈ. ആലപ്പുഴയും പോകണം. യുവമാർക്ക് എന്തിനാണോ ഇതിന്റെ കണ്ണ് കാണാൻ പറ്റാത്ത വെയിലാണ് ഗൈസ്. ഇങ്ങോട്ടൊന്നും ആരും ഇപ്പൊ വരരുത്. ഇപ്പൊ നമ്മളിപ്പോ വണ്ടിയിലോട്ട് കയറിയതേ ഉള്ളൂ. ഇവിടെ നല്ല രീതിക്ക് വെയിലൊക്കെ അടിച്ച് വണ്ടിയൊക്കെ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും പറ്റി തീർന്നില്ലേ? തീർന്നു. എന്തായാലും പറ്റി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര മഞ്ഞായിരുന്നു. പരസ്പരം അങ്ങോട്ടും കാണാൻ പറ്റില്ല. ഇതുകൊണ്ട് മാത്രം നമ്മൾ ഫോട്ടോ എടുത്തില്ല. അപ്പൊ നമുക്കിനി ഹിഡൻ സ്പോട്ടിലേക്ക് പോവാം. കണ്ടാ ഇവിടെ ഇത്രയും പേര് നമ്മളെ പോലെ കൊട്ട വെയിലത്ത് വന്ന് തേഞ്ഞൊട്ടി നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട നാഗർകോവിൽ എന്ന ബ്രോസിന് ഇവിടെ വന്നിട്ട് കേരള പോലീസ് ഒരു 1000 രൂപ പെറ്റി അടിച്ചിട്ടില്ല. 1000 എത്രയാ പറഞ്ഞ? 1000 രൂപ പെറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉള്ളവർക്കും പോയിട്ട് അവിടെ ഉള്ളവർക്ക് പോലും ഒരു സ്വസ്ഥത കൊടുക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ കുറേ നേരം അവിടെയൊക്കെ അലിഞ്ഞിരിച്ചിട്ട് നമ്മളിപ്പോൾ മറ്റേ കുറേ സ്റ്റെപ്പൊക്കെ ഉള്ള പോകാൻ വേണ്ടി ഒരു സ്പോട്ട് ഉണ്ട്. ഇപ്പോൾ അവിടോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയൊരു ഗുമ്മൊന്നുമില്ല. പിന്നെ ഗുമ്മുണ്ടെങ്കിലും ഓരോരുത്തന്മാർ റീല് ഫിൽറ്റർ വിട്ട് പാട്ടൊക്കെ ഇട്ട് കാണിക്കുമ്പോഴത്തേക്ക് ഗുമ്മായിട്ട് തോന്നും. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മണ്ണങ്ങട്ടും കാണാത്ത ഇല്ല. ഇതേത് വഴി കണ്ട ചേരെ താഴ്ത്തു പോവാം. നമ്മളെ പൊന്മുടിയിൽ ഒരു സ്റ്റെപ്പുള്ള സ്പോട്ടിൽ. യെസ്, അവിടെ തന്നെ ഗൈസ്. ഉണക്കായണ്ട് ഇവിടുത്തെ വെള്ളമൊക്കെ വറ്റി ഗൈസ്. കണ്ട ഇവിടെ മറ്റേ ഫുള്ള് വെള്ളം വരുന്നു. ഇവിടെ നിന്ന് വെള്ളമൊക്കെ പോയി ചെറിയ അരുവി സെറ്റപ്പായിരുന്നു. പണ്ട് ഇവിടെ വന്നപ്പോൾ കിട്ടില്ല ക്ലൈമറ്റും ഇവിടെ വെള്ളമൊക്കെ ഉള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കയറി കണ്ടേക്ക്. എന്തൊരു വലിയ ട്രാവൽ വ്ളോഗായിട്ടൊന്നും കാണാമെന്ന് ജസ്റ്റ് ഞാൻ റാൻഡം വണ്ടികളൊക്കെ എടുത്ത് എല്ലാം കൂടെ ഫിറ്റ് ചെയ്ത് എങ്ങനെ അപ്ലോഡ് ചെയ്യുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് മെമ്മറീസ് ആയിക്കോട്ടെ. അയ്യോ, അപ്പോൾ ഇവിടുത്തെ ഇത്ര കാര്യങ്ങളുണ്ട്. ഈ പൊന്മുടിയുടെ വ്ളോഗ് ഞാൻ ഐസിനെ കട്ട് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മളിനി ആലപ്പുഴ ഓർ കോട്ടയം പോകണം. അത് അടുത്ത വീഡിയോ ആയിട്ട് എനിക്ക് കാണുന്നത്. സോ ബൈ ബൈ.